നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാറുന്ന മാനസികാവസ്ഥകൾ സ്വയം ശാക്തീകരിക്കുക എന്ന സന്ദേശമുയർത്തി ശ്രവണ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. ലോക ശ്രവണ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലോഞ്ച് പവർ ആക്സിലറേറ്റ് പ്രോസ്പർ ലീപ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രവും സ്റ്റാർട്ടപ്പ് മിഷനും കോളേജും തമ്മിൽ ഒപ്പുവെച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും HSLM ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച സ്വകാര്യ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമുള്ള സത്സേവന പുരസ്കാരം വിതരണം ചെയ്തു. ഡ്രൈവർ A ഷാജിമോൻ, കണ്ടക്ടർ PS സോമനാഥൻ എന്നിവർക്കാണ് ആലപ്പുഴ RTO ഏർപ്പെടുത്തിയ പ്രഥമ സത്സേവാ പുരസ്കാരം ലഭ്യമായത്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലടക്കം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ ടാർപോളിൻ അഴിച്ചുമാറ്റി പെരുമഴയത്ത് ഇരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും മുഖ്യമന്ത്രിയെ പ്രതിയാക്കി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം, കേന്ദ്ര ഗവൺമെന്റ് വിഹിതം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം, ഈ 3 ഘട്ടങ്ങളിലായി അവർക്ക് ഓണറേറിയം കൊടുക്കുന്നതാണ്. നമ്മളെല്ലാവരും കണ്ടു ആശാ വർക്കർമാർ ചെയ്യുന്ന പ്രവൃത്തി. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് പലർക്കും കോവിഡ് വന്നപ്പോ നമ്മുടെ വീട്ടുകാർക്ക് പോലും നമ്മൾ നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും രക്തബന്ധുക്കൾക്കും നമ്മുടെ സ്വന്തം ബീജത്തിൽ അണ്ടത്തിൽ പിറന്നവർക്ക് പോലും കോവിഡ് വന്നപ്പോ നമ്മളെല്ലാവരും ഭയത്തോടുകൂടെ മാറുന്ന സന്ദർഭത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കയ്യുമല് ഗ്ലൗസ് ഇട്ട്, മാസ്ക് ഇട്ട്, PP കിറ്റ് ഇട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നമ്മുടെ ജീവൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടവരാണ് ആശാവർക്കാരന്മാർ എന്ന് പറയുന്ന ഈ സാമൂഹ്യ സേവകരായ ആളുകൾ. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം, D സുഗതൻ, നെടുമുടി ഹരികുമാർ, S ശരത്, KR മുരളീധരൻ, G സഞ്ജീവ് ഭട്ട്, തോമസ് ജോസഫ്, ബാബു ജോർജ്, സജി ജോസഫ് എന്നിവർ സംസാരിച്ചു. നേരത്തെ ആലപ്പുഴ ഭട്ടതിരിപ്പുരയിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരമാണ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തത്. മാറുന്ന മാനസികാവസ്ഥകൾ സ്വയം ശാക്തീകരിക്കുക എന്ന സന്ദേശമുയർത്തി ശ്രവണ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. ലോക ശ്രവണ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന മാനസികാവസ്ഥകൾ സ്വയം ശാക്തീകരിക്കുക എന്ന സന്ദേശവുമായി ശ്രവണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലോക ശ്രവണ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ദിനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ജനങ്ങളിൽ ആ ഒരു മീൻസ് ഹിയറിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ ശ്രവണ ശക്തിയെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ജനങ്ങളിൽ മാക്സിമം ആ ഒരു അറിവ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഈ ആശുപത്രി തലത്തിൽ ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ദിനം ഒബ്സർവ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചടങ്ങ് ഇന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് RMO ഡോക്ടർ പ്രതീക്ഷ ചടങ്ങിൽ അധ്യക്ഷയായി. കേൾവിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ അധികരിച്ച് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ P ശ്രീദേവിയും കേൾവി നവജാത ശിശുവിൽ എന്ന വിഷയത്തെ അധികരിച്ച് JPHN ഡെയ്സി കുര്യാക്കോസും വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ K സുധ, SM ബിന്ദു, നഴ്സിംഗ് ഓഫീസർമാരായ സിനി ജോസഫ്, ഷെറിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ S ബിസ്മി നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ചേർത്തല എസ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ
ഫ്ലാഷ് മോബും മറ്റ് ബോധവൽക്കരണ പരിപാടിയും നടത്തി. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലോഞ്ച് എംപവർ ആക്സിലറേറ്റ് പ്രോസ്പർ ലീപ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രവും സ്റ്റാർട്ടപ്പ് മിഷനും കോളേജും തമ്മിൽ ഒപ്പുവച്ചു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലോഞ്ച് എംപവർ ആക്സിലറേറ്റ് പ്രോസ്പർ ലീപ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രവും സ്റ്റാർട്ടപ്പ് മിഷനും കോളേജും തമ്മിൽ ഒപ്പുവച്ചു. കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നൂതനമായ പ്രോജക്ടുകൾ, ഇന്റേൺഷിപ്പ് എന്നിവ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്നും വർക്ക്ഷോപ്പുകളും ഹാക്കത്തോണുകളും വിദ്യാർത്ഥികളുടെ ക്രിയാത്മകതയും പ്രശ്നപരിഹാരവും കഴിവും വികസിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് ഫണ്ടിംഗ് അവസരങ്ങൾ, ഗവൺമെന്റ് ഗ്രാന്റുകൾ എന്നിവ ലഭ്യമാക്കുമെന്നും അനൂപ് അംബിക കൂട്ടിച്ചേർത്തു. കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എസ് ശ്യാംകുമാർ, എം കൃഷ്ണകുമാർ, ജി അരുൺ, ബർജിൻ ആർ റസൽ, ഡോക്ടർ വിപിൻ ഗോപൻ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതവും കോളിൻസ് ഷിബു നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും ലീപ്പ് വഴി സാധ്യമാകുമെന്ന് കോളേജ് അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവന്ന 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പ് സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. കളത്തിൽ വീട് FC 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒരു മാസക്കാലത്തോളമായി വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ലീഗ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഓരോ മത്സരത്തിലും നിശ്ചയമായും കായിക താരങ്ങൾ നന്നായി തയ്യാറെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിരന്തരമായ പരിശീലനത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു അസോസിയേഷനാണ്. ഈ വേദിയത്തിന് സ്നേഹിതരായ ഏതാണ്ട് എല്ലാ പേരും ഓരോ ആളുകളുടെയും ഒരു ജീവൻ പോലെ ഫുട്ബോളിനെ കൊണ്ടു നടക്കുന്ന ഒരാളതിൻ്റെ ഭാരവാഹികളില്ല. ഞാനും ചെറിയ പ്രായത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഫ്രണ്ട്സിൻ്റെ കോർട്ടിൽ മണലാണ്, അവിടെ കളിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചെറിയ പ്രായത്തിൽ ഫുട്ബോൾ ഇങ്ങനെ തലയിൽ കയറ്റി കൊണ്ടു നടന്ന ആളാണ് പ്രിയപ്പെട്ട ശ്രീ വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ആലപ്പുഴയിലെ ഫുട്ബോൾ ഏത് ടൂർണമെന്റിന്റെയും മുന്നിൽ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിന്റെയും മുന്നിൽ ശ്രീ വിജയകുമാറിനെ പോലുള്ള ആളുകളുടെ ഒരു നിൽപ്പ് കാണാൻ കഴിയും. പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ അനസ് ഉൾപ്പെടെയുള്ള ആളുകൾ, കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സ്വാഭാവികമായിട്ടും ഇപ്പോൾ വളരെ ആത്മാർത്ഥമായി നിൽക്കുന്നവരെ കാണാം. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കായിക ഇനത്തിന്റെ എല്ലാം ഒരു വളർച്ച എന്ന് പറയുന്നത് B ഡിവിഷനിൽ കൊറ്റംകുളങ്ങര FC, C ഡിവിഷനിൽ G സുഗരൻ മെമ്മോറിയൽ വന്ദന FC, D ഡിവിഷനിൽ സ്കോർലൈൻ മറൈനേഴ്സും വിജയികളായപ്പോൾ SDVRC, ABC ആലപ്പുഴ, ഉദയ സ്പോർട്സ് ക്ലബ് എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കുര്യൻ ജെയിംസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബിനു ഭാസ്കർ, KA വിജയകുമാർ, PV പോൾ, മൈക്കിൾ ആൻഡ്രൂസ്, BH രാജീവ്, KRM ഷറഫ്, കുട്ടാച്ചൻ, B ഹരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ലീഗ് കൺവീനർ B അനസ്മോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ സ്വർണം നേടിയ കേരള ടീം മാനേജർ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി BH രാജീവ്, ജില്ലയിലെ ആദ്യ B ലൈസൻസ് ഫുട്ബോൾ കോച്ച് അലി അക്ബർ ഖാൻ, അസോസിയേഷന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് ഡോക്ടർ ജംഷീദ് M മനാഫ് എന്നിവരെ H. സലാം MLA അനുമോദിച്ചു. SKSSF സഹചാരി സെന്റർ ആലപ്പുഴ വലിയകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് കിറ്റിന്റെ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ 200ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തത്. SKSSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അസയ്യിദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ ഐദുറുസി യോഗത്തിന്റെയും കൗൺസിലർ ഇല്ലിക്കൽ കുഞ്ഞുമോൻ ഭക്ഷ്യ കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. SKSSF സഹചാരി സെന്റർ ആലപ്പുഴ വലിയകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റംസാൻ റിലീഫ് ഭക്ഷ്യകിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിർധനരും നിരാലംബരുമായ 200-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത്. വലിയകുളം ത്രിവേണി ജംഗ്ഷന് സമീപം സഹചാരി സെന്റർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗം SKSSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അസയ്യിദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ ഐദറൂസി ഉദ്ഘാടനം ചെയ്തു. റഹ്മത്തിന്റെ 10 ദിനരാത്രങ്ങൾ ഇതാ ഇന്നലെ സന്ധ്യ മുതൽ നമ്മിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹിന് ഏറ്റവും ഇഷ്ടമാണ് റഹ്മത്ത് എന്ന് പറയാൻ. ഒരുപാട് ആ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാ മാസവും കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇപ്പോ റമദാനായപ്പോ വളരെയേറെ ആളുകൾക്ക് 200-ലധികം കിട്ടുന്ന നേരത്തെ ഷിഹാബ് പറഞ്ഞല്ലോ, വളരെയേറെ ആളുകളിലേക്ക് ഇത്രയും വലിയ ഭക്ഷ്യക്കിറ്റ് നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. തീർച്ചയായും അള്ളാഹു ഇത് ഏറ്റെടുക്കും. കാരണം റഹ്മത്തിന്റെ ദിനരാത്രങ്ങളിലാണ്. ഇതിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ വലിയ കൂലി അള്ളാഹുവിൽ നിന്ന് കിട്ടും. ഒരു ഹസനത്തിന് ഒരു ഏതെങ്കിലും ഒരു ഹസലത്തെന്നാണ് പരിശുദ്ധ ഹദീസിലുള്ളത്. മുത്തിനെ വിളിച്ചത്. നഗരസഭാ മുൻ ചെയർമാനും വട്ടയാൽ വാർഡ് കൗൺസിലറുമായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നടത്തി. സഹചാരി സെന്റർ ചെയർമാൻ കോയാമോൻ ഭക്ഷ്യക്കിറ്റ് ഏറ്റുവാങ്ങി. SKSSF വലിയകുളം യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിൽ സൈഫുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷനായി. SKJM ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. NE സിറാജുദ്ദീൻ ഫൈസി, ഇസ്മായിൽ ഹാജി, റഹീം പറ്റക്കാരൻ എന്നിവർ സംസാരിച്ചു. AM സൈഫുദ്ദീൻ, BM ഷറഫുള്ള, ഷാജി സലാം, ഫാറൂഖ് നാസർ, കുഞ്ഞുമോൻ, അമീർ ബഷീർ, ബിലാൽ കുഞ്ഞുമോൻ, നജീബ് ഖാൻ, നാസർ താഹ, അൽതാഫ് നിസാർ, ഷിഹാബ് ജലാൽ, ഇക്ബാൽ മുഹമ്മദ്, ഫൈസൽ ഇസ്മായിൽ, നബീൽ ജലീൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. SKSSF വലിയകുളം യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫയാസ് അസ്ഹരി ചടങ്ങിന് സ്വാഗതവും സഹചാരി സെന്റർ വലിയകുളം യൂണിറ്റ് ട്രഷറർ മുഹമ്മദ് ഹസൻ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ മികച്ച സ്വകാര്യ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമുള്ള സത്സേവാ പുരസ്കാരം വിതരണം ചെയ്തു. ഡ്രൈവർ A ഷാജിമോൻ, കണ്ടക്ടർ PS സോമനാഥൻ എന്നിവർക്കാണ് ആലപ്പുഴ RTO ഏർപ്പെടുത്തിയ പ്രഥമ സത്സേവാ പുരസ്കാരം വിതരണം ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരിൽ ഏറ്റവും നല്ല ഡ്രൈവർ, കണ്ടക്ടർ എന്നിവരെ തിരഞ്ഞെടുത്ത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സത്സേവന പുരസ്കാരം നൽകി അനുമോദിച്ചു. ആലപ്പുഴ ജില്ലാ പരിധിയിലെ ബസ് റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിരീക്ഷിച്ചാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഏറ്റവും സുരക്ഷിതമായും അപകടരഹിതമായും ബസ് ഓടിച്ച ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിർദൌസ് ബസിന്റെ ഡ്രൈവർ A ഷാജിമോൻ, യാത്രക്കാരോടുള്ള സൗമ്യവും മര്യാദപൂർവവുമായ പെരുമാറ്റത്തിന് ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ടനാടൻ ബസിലെ കണ്ടക്ടർ PS സോമനാഥൻ എന്നിവർക്കാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത്. ആലപ്പുഴ RTO AK ദിലു ഇരുവരെയും സേവന പുരസ്കാരമായി സത്സേവന മെഡൽ നൽകി അനുമോദിച്ചു. പലരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സംവദിക്കുകയുണ്ടായി. പലരുമായിട്ട് സംസാരിച്ചു. ഇവരെത്രക്കാരാണ്, ജോലിക്ക് നല്ല ആയിട്ട് രാത്രി പാറിപ്പോയിരിക്കുന്നവർ നമുക്ക് വേണ്ട. നല്ല അച്ഛനായിരിക്കണം, നല്ല മകനായിരിക്കണം, നല്ല ഭർത്താവായിരിക്കണം, സമൂഹത്തിന് ഇണങ്ങുന്നവനായിരിക്കണം, നല്ല ജോലിക്കാരനായിരിക്കണം. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. ഏകദേശമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലൊക്കെ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ദിവസത്തെ ഞാൻ ഈ പറയുന്നത് പോലെ ചരിത്രത്തിന്റെ താളുകളിൽ പ്രിന്റ് ചെയ്യേണ്ട ദിവസമാണ്. ഞങ്ങൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഒരു മെഡലാണ്. മെഡൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എപ്പോഴും ചെസ്റ്റിലെ ഡ്യൂട്ടി സമയത്ത് അണിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. 4 ആള് കണ്ടാൽ മനസ്സിലാക്കണം ഇദ്ദേഹം സംതിങ് ഡിഫറെന്റ് ആണ്. ഇദ്ദേഹം സംതിങ് ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇനി ഈ 2 ചെറുപ്പക്കാരുടെയും ബാധ്യത കൂടി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബസ് ഉടമ സംഘടനകളുടെ ഭാരവാഹികൾ, ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ, RTO ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാറുന്ന മാനസികാവസ്ഥകൾ സ്വയം ശാക്തീകരിക്കുക എന്ന സന്ദേശമുയർത്തി ശ്രവണ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി. ലോക ശ്രവണ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലോഞ്ച് പവർ ആക്സിലറേറ്റ് പ്രോസ്പർ ലീപ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രവും സ്റ്റാർട്ടപ്പ് മിഷനും കോളേജും തമ്മിൽ ഒപ്പുവെച്ചു.
ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും വെച്ചിസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച സ്വകാര്യ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കുമുള്ള സത്സേവന പുരസ്കാരം വിതരണം ചെയ്തു. ഡ്രൈവർ A. ഷാജിമോൻ, കണ്ടക്ടർ PS സോമനാഥൻ എന്നിവർക്കാണ് ആലപ്പുഴ RTO ഏർപ്പെടുത്തിയ പ്രഥമ സത്സേവാ പുരസ്കാരം ലഭ്യമായത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.